ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണലിസം, മോഡേണിറ്റി, കേരളാനസ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. റിട്ടൺ ബൈ ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന്. പ്രദീപൻ പാമ്പിരിക്കുന്ന് എന്ന് പറയുന്നത് ഒരു പ്രൊമിനൻ്റ് ക്രിട്ടിക്കാണ്, മലയാളത്തിലെ തന്നെ പ്രൊമിനൻ്റ് ക്രിട്ടിക്കാണ്. അദ്ദേഹം ദളിത് എസ്തെറ്റിക്സിലും കൾച്ചറിലൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റായിട്ട് എസ്സേയിലേക്ക് പോവാം. ഈ ഒരു എസ്സേ സംസാരിക്കുന്നത് മുഴുവൻ കാസ്റ്റിസത്തിനെ പറ്റിയിട്ടാണ്. അതായത് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു വിശ്വാസത്തെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ ആ ഒരു വ്യവസ്ഥയിൽ നിന്നാണ് കാസ്റ്റ് ഫോം ചെയ്തത്, ജാതി ഫോം ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ഇസ് എ സ്റ്റീരിയോ ടൈപ്പ്, അതൊരു മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ കാസ്റ്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥകൾ ഫോം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം നോക്കിയാൽ തന്നെ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആരായിരിക്കും? ബ്രാഹ്മിൺസ് ആയിരിക്കും. ബ്രാഹ്മിൺസിനെയാണ് ജന്മി എന്ന് പറയുന്നത്. അതിന് തൊട്ട് സബ്ബായിട്ട് നിൽക്കുന്നത് നായാസാണ്. ഈ നായാസാണ് ആ ലാൻഡിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് എൻഡ് പോർഷനിൽ വരുന്നതാണ് പുലയോസ് അല്ലെങ്കിൽ പറയാസ് എന്ന് പറയുന്നത്. അവരാണ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് 19th സെഞ്ച്വറിയിൽ റിനൈസൻസ് ഒക്കെ വന്ന സമയത്ത്, റിനൈസൻസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കാസ്റ്റിസത്തിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യാസം വരാനായിട്ട് തുടങ്ങിയത്. എന്നാലും ഈ ഒരു ലേബേഴ്സിനെ സ്ലേവ് ഷിപ്പിൽ നിന്ന് വിട്ടുകളയാനായിട്ട് ഈ അപ്പർ ക്ലാസ് ആളുകൾക്ക്, അതായത് ബ്രാഹ്മിൺസിനും നായസിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു. കാരണം ഈ പുലയാസിനും പറയാസിനും മാത്രമാണ് എന്തറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്തറിയാമെന്നുള്ളത്, അഗ്രികൾച്ചർ അറിയാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്പർ ക്ലാസ് ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ, ഈ ഒരു റിനൈസൻസ് വന്നതോടെ അവരുടെ ഡെവലപ്മെൻറ്റ് അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? മുമ്പത്തെ പണി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് തുടങ്ങി. ലോ ക്ലാസ് ആൾക്കാർ അവർ മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അഗ്രികൾച്ചർ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. അതേസമയം ബാക്കി ഒരു കൂട്ടർ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? പുതിയ ഓക്കുപ്പേഷൻ തേടി പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിനായിക്കോട്ടെ ലേബേഴ്സിനായിക്കോട്ടെ ഒരു വൻ ഷോർട്ടേജ് അവിടെ ഉണ്ടായി. അപ്പം ഇതിനെ നവോത്ഥാന നായകന്മാർ എങ്ങനെയാണ് കണക്കാക്കിയെന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് ആയിട്ട് കണക്കാക്കി, അല്ലാതൊരു ഡെവലപ്മെൻ്റ് ആയിട്ടല്ല കണക്കാക്കിയത്. എന്തുകൊണ്ട് അവരിതിനൊരു ക്രൈസിസ് ആക്കി കണക്കാക്കി? അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതിന് നമുക്ക് മറ്റൊരു തലമുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് ഈ അഗ്രികൾച്ചർ ചെയ്തുകൂടാ? എപ്പോഴും ഈ പുലയോസും പറയാസും ദളിതും തന്നെ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു അപ്പർ ക്ലാസ് ആൾക്കാരുടെ, അല്ലെങ്കിൽ റിഫോമേഴ്സിൻ്റെ, നവോത്ഥാന നായകന്മാരുടെ ആ ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ആണ് കാണിക്കുന്നത്. ഇനി പല നോവലുകളിലും ജന്മി കുടിയാൻ റിലേഷൻസിനെ കാണിച്ചിരിക്കുന്നത് വളരെ നാച്ചുറലൈസ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. രണ്ടിടങ്ങഴി, നമ്മുടെ ആ ഒരു രണ്ടിടങ്ങഴിയിൽ കൂടി എന്താണ് കാണിക്കുന്നത്? ജന്മി കുടിയാനെന്ന് പറയുന്നത് നമ്മൾ നോർമലൈസ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്, നാച്ചുറലൈസ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിലൂടെയൊക്കെ ഇത് വായിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഉള്ളിലൊരു തോട്ട് വരും, എന്താണ്, കാസ്റ്റിസം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ജന്മി കുടിയൻ വ്യവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ കാസ്റ്റിസം എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. പക്ഷേ ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ കാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഹെറൻ്റ് ആയിട്ട് ജനിച്ചപ്പോൾ മുതലേ, അമ്മയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ നമ്മൾ കാസ്റ്റിസവും കൊണ്ടുവന്നു എന്നുള്ളൊരു ബിലീഫാണ് ആൾക്കാർക്ക് ഉള്ളത്. പിന്നെ പറയുന്നത് കുറച്ച് റിഫോമേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, നവോത്ഥാന നായകന്മാരെ പറ്റി പറയുന്നുണ്ട്. രാജാറാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇവരൊക്കെ ഇന്ത്യൻ റിനൈസൻസിൻ്റെ തന്നെ ഹീറോസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവർ മാത്രമാണോ? അല്ല. അയ്യങ്കാളി, ജ്യോതിറാവ് ഫൂലെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഇവരൊക്കെ റിഫോമേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ അയ്യങ്കാളിയും ജ്യോതിറാവ് ഫൂലെയൊന്നും ആരും കൺസിഡർ ചെയ്തില്ല. കാരണം ഇവർ രണ്ടുപേരും ലോ ക്ലാസ് ആണ്. ആൻഡ് ഇവരെ കണക്കാക്കുന്നത് കൺസിഡേർഡ് ആസ് ദളിത് ഫൈറ്റേഴ്സ് എന്നായിരുന്നു അയ്യങ്കാളിയും ജ്യോതിറാവ് ഫൂലെയും അറിഞ്ഞിരുന്നത്. ആൻഡ് അയ്യങ്കാളിയെ നമുക്ക് വിളിക്കുന്നത് എംപറർ ഓഫ് പുലയോസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇനി കാസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് അതിൽ കൂടുതൽ ഓരോ അപ്പർ ക്ലാസ് വ്യക്തികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സിറ്റിസൺ ആവുക എന്നുള്ളതായിരുന്നു. അതായത് എല്ലാവരും വിശ്വസിക്കുന്നത് കാസ്റ്റാണ് അവർക്കൊരു പവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ പവർ തരുന്ന കാസ്റ്റിനെ ആ ഒരു സൊസൈറ്റിയിൽ റീറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് അവർ ശ്രമിച്ചു. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്, ഈ കാസ്റ്റിസത്തിൽ നിന്ന് ഒരുപാട് ഓർഗനൈസേഷൻസ് രൂപപ്പെടാനായിട്ട് തുടങ്ങി. SNDP, NSS ഒക്കെ അങ്ങനെ വന്നതാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ അയ്യങ്കാളി എന്ത് ചെയ്യുന്നത്, SJPS എന്ന് പറയുന്ന ഒരു
ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നത്. അതെന്ന് പറഞ്ഞത് കാസ്റ്റ് അബോളിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒന്നാണ്. പക്ഷേ ഒന്നും തന്നെ നടന്നില്ല. SJPS പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കാസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹൈ ക്ലാസ് എല്ലാ പ്രിവിലേജസും എൻജോയ് ചെയ്യുന്നു. ലോ ക്ലാസ് എസ്പെഷ്യലി ദളിതിനെയൊക്കെ എന്താണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും അങ്ങ് കീഴ് എന്നുള്ള രീതിക്ക് അങ്ങ് ആക്കി വെച്ചേക്കായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ 2 പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉണ്ടായിരുന്നത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പം അതിനൊരു ചിഹ്നം ഉണ്ടാവില്ലേ, ആ ചിഹ്നമായിട്ട് 2 പൊളിറ്റിക്കൽ പാർട്ടീസും വെച്ചിരുന്നത് കോൺഗ്രസിൻ്റെ മോഡലായിട്ട് വെച്ചിരുന്നത് ഒരു നാഷണലിസ്റ്റ് സവർണ മെന്നിനെയും കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടിയുടെ മോഡലായിട്ട് വെച്ചിരുന്നത് ഒരു വർക്കിംഗ് ക്ലാസ് സവർണ മെന്നിനെയാണ്. രണ്ടുപേരും മെന്നിനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആൻ ഇമ്പോർട്ടൻ്റ് ടേം ഇസ് ദെയർ. ഏതാ? സവർണ. അവർക്ക് എല്ലാവർക്കും എന്താണ് അപ്പർ ക്ലാസ് ആളുകളെ മതി. ആൻഡ് ദേ ഡോണ്ട് ഈവൻ കൺസിഡർ ദി ലോ ക്ലാസ് പീപ്പിൾസ്. ലോ കാസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല. അതുമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നു. അതായത് ഡാർക്ക് സ്കിൻ കളറുള്ള എല്ലാവരും ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, അങ്ങനൊരു തോട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, എപ്പോഴും ലോ ക്ലാസ് ആളുകളെന്ന് പറയുമ്പോൾ സർവൻസാണ്, ലേബറേഴ്സാണ്. എന്നാൽ ഹൈ ക്ലാസ് ആളുകൾക്ക് എന്ത് ചെയ്യാം, വലിയ വലിയ പ്രോഡക്റ്റ് വിൽക്കുക, അല്ലെങ്കിൽ എന്താണ് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക, അതൊക്കെ ഹൈ ക്ലാസ് ആൾക്കാരായിരുന്നു. ആൻഡ് അവർ വിൽക്കുന്ന പ്രോഡക്റ്റുകളിൽ അവരുടെ ജാതി കൂടി എഴുതിയിട്ടാണ് അവർ വിറ്റുകൊണ്ടിരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്പൂതിരി ടൂത്ത് പൗഡർ, പിന്നെ മാരാർ പപ്പടം, ബ്രാഹ്മിൺ വീറ്റ് ഫ്ലവർ, മാരാർ പിക്കിൾസൊക്കെ. അപ്പം ഇതൊക്കെ എന്തിനാണ്? അപ്പോൾ ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഇത് ഇന്ന നായേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്, അപ്പോൾ നമുക്കിത് വാങ്ങാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സവർണ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ലിറ്ററേച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയില്ലേ, അതായത് മറ്റേ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്ന ആ നോവലിൽ നമുക്ക് കാണിക്കുന്നത് ഫ്യൂഡൽ നായർ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫ്യൂഡൽ നായർ പ്രോജക്റ്റ് ഓഫ് മോഡേണിറ്റി ആൻഡ് വെസ്റ്റേൺ മോഡേണിറ്റി. ഈ ഒരു നോവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ദളിത് ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ദളിത് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ നോവൽ ഭയങ്കര ഫേമസ് ആയി. ഇനി സരസ്വതി വിജയം എന്ന് പറയുന്ന ഒരു നോവൽ പോത്തേരി കുഞ്ഞമ്പു എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ദളിത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതിയൊരു നോവലാണ്. അതിനകത്ത് ഒരു ബ്രാഹ്മണോ ഒരു നായരോ ആരും ഇല്ലായിരുന്നു. സോ ആ നോവൽ പോപ്പുലർ ആയില്ല. ഇതെല്ലാം കാണിക്കുന്നത് എന്തിനാണ്? ആ ഒരു കാലഘട്ടത്തിൽ കാസ്റ്റ് എത്രത്തോളം നിന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് നമ്മുടെ ആ ഒരു ലിറ്ററേച്ചറിലും സവർണ ഓറിയൻറ്റഡ് ആയിരുന്നു. അതായത് അവർണർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, സോ അവർക്ക് ലിറ്ററേച്ചർ എഴുതാൻ പറ്റില്ല. സവർണേഴ്സാണ് എന്ത് ചെയ്തത്, ലിറ്ററേച്ചർ എഴുതിയത്. അപ്പോൾ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം എഴുതുന്നു. അവർ ലോ ക്ലാസ്സിനെ ഇൻഫീരിയർ ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് MT വാസുദേവൻ നായരുടെ നോവൽ. അതായത് അദ്ദേഹത്തിൻ്റെ നോവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫുള്ള് നമുക്കൊരു തറവാട്, ഒരു കൂട്ടുകുടുംബം ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മളിപ്പം ഒരു പണ്ടത്തെ കാലം അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്സ് സെൻസൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഒരു 3-4 മറ്റേ അതിൻ്റെ പേര് തൂണുകളൊക്കെ ഉള്ളൊരു വീട്, ഒരു തറവാടും, പിന്നെ വീട്ടുകാർ തന്നെ പറയില്ലേ പണ്ടൊക്കെ കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ നമ്മളറിയാതെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഉള്ളിലൊരു വിൻറ്റേജ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഴമാന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു തറവാടും അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബ സമ്പ്രദായവും അല്ലെങ്കിൽ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് ഉണ്ടായിരുന്നു, അവരുടെ ഫോക്ക് കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ സവർണ ബ്യൂട്ടിയാണ് കൂടുതലായിട്ടും മോഡേൺ കേരളയ്ക്ക് എന്ത് ചെയ്യാൻ, പൊട്രേ ചെയ്യാനായിട്ട് ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പിന്നീട് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ ആ ഒരു അന്ത്യത്തോടു കൂടിയാണ് കുറച്ചെങ്കിലുമൊക്കെ ദളിത് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയത്. C. അയ്യപ്പൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദളിത് ലൈഫിനെ പറ്റി കുറേ എഴുതി വർക്ക്സൊക്കെ. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഞണ്ടുകൾ ഉച്ചയുറക്കത്തിൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്കൊരു പോസ്റ്റ് മോഡേണിസം കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് സവർണ ഈ ലിറ്ററേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ലിറ്ററേച്ചർ വരാനായിട്ട് തുടങ്ങി. അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് അവർണരെന്ന് പറയുന്നത് അല്ലേ. അപ്പം അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ അവർക്കും എഴുതണമെന്ന് കാണുമല്ലോ. അപ്പോൾ ഒരു സ്ക്രൈബിനെ ഉപയോഗിച്ച് അവരുടെ ഉള്ളിലുള്ള കഥകൾ
എഴുതാനായിട്ട് അങ്ങനൊരു ഓപ്ഷൻ വന്നു. പിന്നെന്താണ് ആ കാലഘട്ടത്തുണ്ടായിരുന്ന ലിറ്ററേച്ചറിൻ്റെ തീമൊക്കെ എന്താവാനായിട്ട് തുടങ്ങി, കോമൺ ആൾക്കാരുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി, ഓട്ടോബയോഗ്രഫിക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി, പിന്നെ ഒപ്രഷൻ, വിഷമം, സപ്രഷൻ ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ സ്ക്രൈബിനെ ഉപയോഗിച്ച് എഴുതിയ 1-2 റൈറ്റേഴ്സിനോട് പറയുന്നുണ്ട്. CK ജാനു, അവരൊരു ആദിവാസി ലീഡറാണ്. നളിനി ജമീല ഈസ് എ സെക്സ് വർക്കർ. അപ്പോൾ ഇവർക്കൊന്നും എഡ്യൂക്കേഷൻ ഇല്ല, പക്ഷേ ഈ ഒരു സ്ക്രൈബ് വഴി അവർക്ക് എന്ത് ചെയ്യാം, തങ്ങളുടെ കഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ പോസ്റ്റ് മോഡേണിസം എന്താ ചെയ്തത്, ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അതായത് എലൈറ്റ് ഐഡിയാസ് ഓഫ് ലിറ്ററേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചലഞ്ചായിരുന്നു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം ഒരൊറ്റ കോഴ്സായിരുന്നു. അതായത് എപ്പോഴും സവർണറുടെ പ്രശ്നങ്ങൾ, സവർണറുടെ ലൈഫ്, അവരുടെ ജീവിത സ്റ്റൈലുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറി ഒരു ഒരു മൾട്ടിപ്പിൾ ഡിസ്കോഴ്സ് ഉണ്ടാവാനായിട്ട് തുടങ്ങിയത് പോസ്റ്റ് മോഡേണിസം ടൈമിലാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഇത്രയുമൊക്കെ ഡെവലപ്പായിട്ടും ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സവർണ ലിറ്ററേച്ചറിനെയാണ് എസ്തെറ്റിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ദളിത് റീഡിങ്ങും ദളിത് ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ കൂടി ഇപ്പോഴും ഒരു പറ്റം ആൾക്കാർ വിശ്വസിക്കുന്നത് സവർണ ലിറ്ററേച്ചറാണ് മെയിൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ആ ഒരു കാസ്റ്റിസത്തിനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. അതായത് ഇപ്പോഴും നമ്മൾ ഇത്രയും ഡെവലപ്പായിട്ടും സ്റ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു കാസ്റ്റിസം പ്രിവലൻ്റ് ആണെന്നും അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാണ് ഡോക്ടർ പ്രദീപൻ പാമ്പിരിക്കുന്ന് ഈ ഒരു എസ്സേയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എസ്സേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കാരണം ലൈക്സൊക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് ഇതുപോലെ ഒരുപാട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു നോട്ടിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.